ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഓരോ മനുഷ്യനും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ശാന്തിയോടെ ജീവിക്കണമെങ്കിൽ അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് നിലനിർത്തുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായാലും അതിൻ്റെ എല്ലാ എഫക്റ്റും നമ്മളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സമാധാനം പറയുന്നത്, നമ്മൾ പറയാറുണ്ട് യുദ്ധം അവസാനിപ്പിക്കൂ, സമാധാനം പുലരട്ടെ എന്നൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ സമാധാനം ഉണ്ടാവുക? ആരാണ് ഈ ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്നത്? മനുഷ്യൻ തന്നെയല്ലേ. അപ്പം നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിൽ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഓരോ വ്യക്തിയും സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണ്. എനിക്ക് അസൂയയുണ്ടോ? എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? അഹങ്കാരമുണ്ടോ? അതേപോലെ ആരോടെങ്കിലും വർഗീയമായ രീതിയിൽ ഞാൻ കാണുന്നുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് ചരിത്രത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രമാണ് നമുക്കിപ്പോൾ വലിയ സംഭവമായിട്ട് കാണുന്നത്. അവിടെ അമ്പലമുണ്ടോ? ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇവിടെ പള്ളി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ പിന്നാലെ പോകുന്നത് പമ്പര വിഡിത്തമാണ്. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പൂർവികന്മാരൊക്കെ പല സ്ഥലത്തും ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ ഭൂമികുലുക്കം വന്നിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത തലമുറ അവിടെ നിന്ന് താമസം മാറിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ വന്നിട്ടുണ്ടാകാം. ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടിൻ്റെ അടിയിൽ കുഴിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഒരു ബിൽഡിങ് കാണാം. ചിലപ്പോൾ വേറെന്തെങ്കിലും കാണാം, അമ്പലം കാണാം, പള്ളി കാണാം, അതല്ലെങ്കിൽ മറ്റു പലതും കാണാം. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന പല അവശിഷ്ടങ്ങളും നമ്മൾ കുഴിച്ചു നോക്കുമ്പോൾ കാണുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മളിങ്ങനെ ചരിത്രം ആവർത്തിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അത് നമ്മളെ മാത്രമല്ല ബാധിക്കും, നമ്മുടെ അടുത്ത തലമുറയും അത് ഏറ്റുപിടിക്കും. പിന്നീട് ഒരിക്കലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. എൻ്റെ എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, നമ്മൾ ചരിത്രത്തിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. ചരിത്രം നമുക്കൊരു പാഠമായിരിക്കണം. ചരിത്രത്തിൽ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടിമത്തം ഉണ്ടായിട്ടുണ്ട്, അക്രമം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു സ്ത്രീയെ സ്വന്തം ഭർത്താവ് മരിച്ചു പോയാൽ തീകുണ്ടാരത്തിലേക്ക് ഇടുന്ന സതീ സമ്പ്രദായമുണ്ട്. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഇനി ഒരിക്കലും ഇങ്ങനത്തെ സംഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പഠിക്കണമെന്നല്ലാതെ ഈ ചരിത്രത്തിൻ്റെ പിന്നാലെ പോയി അതിലൂടെ വീണ്ടും വീണ്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഈഗോവും വർഗീയ ചിന്താഗതിയും ഉണ്ടാക്കിയിട്ട് എന്താണ് നമ്മൾ നേടുന്നത്? നമ്മൾ എന്തായാലും മരിക്കും. നമ്മൾ ജീവിച്ചാൽ തന്നെ ഒരു 100 വർഷം, അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പും ഈ ലോകമുണ്ടായിരുന്നു. നമ്മൾ മരിച്ചാലും ഈ ലോകമുണ്ടാകും. എന്നാൽ നമ്മൾ എന്തിനാണ് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിച്ചുകൂടെ? നമുക്കുള്ള ജീവിതം സമാധാനത്തോടെ ജീവിച്ചുകൂടെ? എല്ലാവരും ഒത്തൊരുമയോടെ ജീവിച്ചുകൂടെ? ശരിയാണ്, ഓരോ ആളുകൾക്കും ഓരോ ശരികളുണ്ട്. നമ്മൾ ഏത് വിശ്വാസത്തെ എടുത്ത് നോക്കിയാലും, ഹിന്ദുവിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും മതമില്ലാത്ത യുക്തിവാദികൾക്കാണെങ്കിലും മതം ഉള്ള മറ്റു മതക്കാരാണെങ്കിലും ആർക്കാണെങ്കിലും അവരവരുടേതായ ശരികളുണ്ട്. ഈ ശരിയെ നമ്മൾ ബഹുമാനിച്ചാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ മതസൗഹാർദ്ദം. നമ്മൾ എന്ത് പറഞ്ഞാലും ഏറ്റവും ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരാളെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കലാണ്. ഒരു മനുഷ്യനെയും നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കലാണ് ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കാരണം ഇതാണ് മനുഷ്യൻ ആവശ്യമുള്ളത്. നമ്മളെല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുക.
അവർക്ക് ഇഷ്ടമുള്ള നമ്മൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മതസൗഹാർദ്ദത്തിന് വേണ്ടി പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് ആളുകളെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, പള്ളിയുടെ അടുത്തലൊക്കെ വന്ന് വലിയ മതസൗഹാർദ്ദത്തിൻ്റെ ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കും. അമ്പലത്തിൽ പോയും എടുക്കും. അത് എടുക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കുക, അവൻ്റെ ഇഷ്ടങ്ങളെയും അവൻ്റെ ഇഷ്ടക്കേടുകളെയും നമ്മൾ അംഗീകരിക്കുക. ഇത് തന്നെയാണ് ഈ ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ട അടിസ്ഥാന ഘടകം. അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണിത്. ഇതില്ലാതെ നമ്മൾ എന്ത് സൗഹാർദ്ദം പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോ മനുഷ്യനും അവരവർ ജനിച്ചു വളർന്ന മതത്തിൽ അവരുടെ ശരികളാണത്. നമ്മളത് പരിഹസിക്കാൻ പാടില്ല. യുക്തിവാദികളാണ് പൊതുവെ കണ്ടുവരുന്നത് മറ്റൊരുത്തൻ്റെ വിശ്വാസത്തെ അവഗണിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ജനാധിപത്യമായ രീതിയിൽ അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്, 100% എന്നാൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരുത്തൻ്റെ വിശ്വാസങ്ങളെ എന്തിനാണ് ചെറുതാക്കി കാണുന്നത്? നിങ്ങൾ മനസ്സിലാക്കൂ, ഓരോ ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ അവരുടെ വിശ്വാസങ്ങൾ വലുതാണ്. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ വലുതാണ്. ഈ വിശ്വാസത്തെ ചെറുതാക്കി കാണുന്നത് എങ്ങനെയാണ് ഒരു ജനാധിപത്യ മര്യാദയാകുക? എന്തും പറയാനുള്ള ഒരു ലൈസൻസ് അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടും ജനാധിപത്യ രീതിയിലും നിങ്ങൾക്ക് വിമർശിക്കാമെന്ന് മാത്രം. എന്നാലും മനസ്സിലാക്കണം, ഈ ലോകത്ത് ഒരുപാട് ശരികളുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ശരികളുണ്ട്. ഈ ശരികളെ അംഗീകരിച്ചാൽ ഇവിടെ സമാധാനം പുലർന്നു. ഒരാളെയും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരുന്നാൽ ഇവിടെ സമാധാനം പുലർന്നു. അല്ലാതെ നമ്മൾ മൈക്ക് കെട്ടി സമാധാനം വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യൻ മനുഷ്യനായിട്ട് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കിയാൽ മതി. വളരെ സില്ലിയാണ്, വളരെ വിശാലമായിട്ട് ചിന്തിക്കുക. ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. മറ്റൊരു മതക്കാരനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക. അവൻ എന്നെപ്പോലെ വിചാരങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അവൻ്റെയും എൻ്റെയും രക്തത്തിൻ്റെ കളർ ഒന്നാണ്. എനിക്കും അവനിക്കും, ഞാനും അവനും ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ഒരു വ്യത്യാസവുമില്ല. എന്നാൽ എന്താണ് വ്യത്യാസം? അവർ ഏതോ ഒരു മതത്തിൽ ജനിച്ചുപോയി. ഇതിൻ്റെ പേരിൽ ഉള്ളിൽ ഒരു ചിന്താഗതി നമുക്കുണ്ട്. ഇല്ല എന്ന് ആരും പറയാൻ പറ്റില്ല. ഞാൻ വേറെ അവൻ വേറെ എന്നൊരു ചിന്താഗതി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ ചിന്താഗതി മാറണം. ഓരോ ആളുകൾക്കും ഓരോ ശരിയുണ്ട് എന്നും ഓരോ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പ്രാക്ടിക്കലായി, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. പൊതുവെ പുറമേക്ക് നമ്മൾ കാണുമ്പോൾ ഒരു ചിരി കൊടുക്കുന്നതും ഒരു സൗഹാർദ്ദം പറയുന്നതും അല്ല സ്നേഹം. അതുകൊണ്ട് ഗുണമൊന്നുമില്ല. നമുക്ക് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കണം. ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ മനസ്സിൽ വേണം. എന്തിനേയും നമ്മൾ അതേപോലെ ചരിത്രത്തിന്റെ പിന്നാലെ പോകാതിരിക്കണം. ചരിത്രത്തിൽ പലതും ഇതൊക്കെ വിശാലമായി ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇതിന്റെ പേരിൽ മറ്റു മതങ്ങളെ കുറിച്ച് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ മതസൗഹാർദ്ദ പരിപാടിക്ക് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യരാണല്ലോ നമ്മൾ. ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് കുറച്ചു കാലമായല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ലോകമുണ്ട്, ഭൂമിയുണ്ട്, അതിന് ശേഷവുമുണ്ട്. എന്നാൽ ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ നമ്മൾ പരസ്പരം കലഹിക്കുന്നതും പരസ്പരം വാദിക്കുന്നതും പരസ്പരം തർക്കിക്കുന്നതും ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ഒരൊറ്റ ചിന്ത നമ്മൾ വിശാലമായി ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ ദുഷിച്ച ചിന്തകളും ഇറങ്ങിപ്പോകും. നിങ്ങൾ മനസ്സിലാക്കൂ, വളരെ സില്ലിയാണ്. അല്ലാതെ നമ്മൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊന്നുമില്ല. ഒരു മനുഷ്യനെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കലാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ലോകത്തുണ്ടായ ചരിത്രങ്ങൾ. അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ എന്താണ് ചെയ്തത്? ലോകം കീഴടക്കാൻ വേണ്ടി ഓരോ രാജ്യത്തും പോയി പാവപ്പെട്ട മനുഷ്യരെ കൊന്നുകളഞ്ഞു.
ഇല്ലേ? ഒരുപാട് മനുഷ്യരെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇന്ന് ചരിത്ര പുരുഷന്മാരാണ്. ഇന്ന് ലോകത്ത് കാണുന്ന പല ചരിത്ര പുരുഷന്മാരും ചോരയിൽ ആർമാടിയവരാണ്, ചോര കൊണ്ട് കളിച്ചവരാണ്. അങ്ങനെ ഒരു ചരിത്ര പുരുഷനായിട്ട് എന്ത് കാര്യം? അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ നമ്മൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയാറുണ്ട്. എത്ര സ്ത്രീകൾ അവിടെ കൂക്കി വിളിച്ചിട്ടുണ്ടാകും? രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എത്ര കുട്ടികൾ കരഞ്ഞിട്ടുണ്ടാകും? എത്ര പ്രായമുള്ളവർ വെപ്രാളപ്പെട്ടിട്ടുണ്ടാകും? ഇവരെയൊക്കെ കൊന്നിട്ട് രാജ്യമുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? എൻ്റെ മനുഷ്യരെ, മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് രാജ്യമൊക്കെ. മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. നമ്മൾ വിശാലമായി, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വിശാലമായ ഒരർത്ഥത്തിൽ ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട് എന്ന് ശാസ്ത്രലോകം പ്രൂവ് ചെയ്തിട്ടുണ്ട്, ശാസ്ത്രലോകം ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ചെറിയൊരു ഗ്രഹമായ ഭൂമി. ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ ഭൂരിപക്ഷവും വെള്ളമാണ്. ഇതിൽ കരയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഓരോ സ്ഥലവും കൈയടക്കിക്കൊണ്ട് ഇതെന്റെ രാജ്യമാണ്, ഇതെന്റെ സ്ഥലമാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുന്നതാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ യുദ്ധങ്ങൾ ചെയ്തത്. ഇതിനു വേണ്ടിയാണ് ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ യുദ്ധങ്ങളും കൊലകളും നടത്തിയിട്ടുള്ളത്. എൻ്റെ മനുഷ്യരെ, ഇനി ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണിത്. ഇന്ന് യുദ്ധങ്ങൾ കുറവാണ്, ശരിയാണ്. എന്നാലും ഞാൻ പറയുന്നു, നമ്മൾ വിശാലമായ അർത്ഥം ഇനിയും മാറേണ്ടതുണ്ട്. ഇനിയും നമ്മൾ മനുഷ്യനാകേണ്ടതുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മതത്തിൽ മാത്രം ചുരുങ്ങുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് സമാധാനം ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് സമാധാനം. ഫേസ്ബുക്കും യൂട്യൂബും നോക്കിയാൽ പരസ്പരം കലഹിക്കുന്ന മനുഷ്യൻ തമ്മിൽ രണ്ട് വിഭാഗമായി കലഹിക്കുന്നത്, അതിലൊരു ഹരം കാണുന്നു. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ ഉള്ളിൽ ഈ ചിന്താഗതി, ഈ എന്താ പറയാ, മനുഷ്യനെ വേർതിരിക്കുന്ന ചിന്താഗതി ഉണ്ട് എന്നുള്ളതാണ്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് ഇരുന്നു കൊണ്ട് വിശാലമായി ചിന്തിക്കുക. എല്ലാ മനുഷ്യരും ഒന്ന് വിശാലമായി ചിന്തിക്കുക. ശരി, അപ്പൊ നിങ്ങൾ ചോദിക്കും, തീവ്രവാദത്തെ ഒതുക്കേണ്ടതല്ലേ? തീവ്രവാദത്തെ ഒതുക്കേണ്ടത് തന്നെയാണ്. തീവ്രവാദികളെ നശിപ്പിക്കേണ്ടത് തന്നെയാണ്. ഏത് തീവ്രവാദികളാണ്? നമ്മളെ രാജ്യത്ത് വന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളെ ആക്രമിക്കുന്നവരെ, കൊന്നുകളിയുന്നവരെ നമ്മൾ തിരിച്ച് ആക്രമിക്കേണ്ടി വരും. കാരണം ഭ്രാന്ത് പിടിച്ച നായയെ കൊല്ലേണ്ടി വരും. അതല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും ചേർത്ത് നിർത്താൻ നിങ്ങൾക്കെന്ന് കഴിയുന്നോ അന്നേ നിങ്ങൾക്ക് മനുഷ്യനാണെന്ന് പറയാൻ കഴിയൂ. മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനേ പറ്റൂ. മനുഷ്യനെന്ന് പറയാനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വിശാലമായി എല്ലാത്തിനെയും ഉൾക്കൊണ്ട് ജീവിക്കുക. എല്ലാത്തിനെയും നമ്മൾ വളരെ എന്താ പറയുക, നമ്മുടെ മനസ്സ് വിശാലമാക്കുക. ഇത് സ്വയം ചിന്തിച്ചുണ്ടാക്കേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ സ്വയം മനസ്സിൽ സ്വയം ചിന്തിക്കുക. ഓരോ മനുഷ്യനെ കുറിച്ചും ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ അനാവശ്യമായ ചിന്തകളൊക്കെ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് മാസങ്ങൾ കഴിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ചരിത്രത്തിൻ്റെ പിന്നാലെ പോകാതെ, നിങ്ങൾ പരസ്പരം കലഹിക്കാതെ, ഒരു മനുഷ്യനെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ദ്രോഹിക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കുകൾ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.